Mars Sliva TV, a unique experience for the whole world. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർ സ്ലീവ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഉദ്ധാന തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം നേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പാ നദിയുടെ പ്രഭവ സ്ഥാനത്തിനടുത്തുള്ള പാറക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉമിക്കുപ്പ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പമ്പയാറിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ഈ ഈസ്റ്റർ സന്ദേശം നൽകുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. പമ്പ ഒരു പുണ്യനദിയാണെന്നാണ് ഇവിടെയുള്ള ആളുകളെ സങ്കല്പിക്കുക. അപ്പോൾ ആ പുണ്യനദിയുടെ തീരത്ത് ഈ ജലദൗർലഭ്യം അനുഭവിക്കുന്ന ഈ വേനലിൻ്റെ മൂർധന്യത്തിൽ നിന്നുകൊണ്ട് ഈസ്റ്റർ സന്ദേശം നൽകുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈസ്റ്ററിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്ന മനോഹരമായ ചിന്ത എന്ന് പറയുന്നത് സമൃദ്ധി, ഐശ്വര്യം, അഭിവൃദ്ധി എന്നുള്ളവയാണ്. സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുവാനുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന വാഞ്ചയിലേക്ക് ദൈവം കടന്നു വന്ന് അവന് ഉദ്ധാനാനുഭവം നൽകുന്നതിൻ്റെ അനുഭവമാണ് ഈസ്റ്റർ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം. മനുഷ്യൻ കടന്നു പോകുന്ന പ്രതിസന്ധികളും തകർച്ചകളും പരാജയങ്ങൾക്കും ശേഷം മരണത്തിൻ്റെ പിടിയിലായിരുന്ന 3 ദിവസം, 3-ാം ദിവസം മഹത്വപൂർണനായി ഉയർത്തെഴുന്നേൽക്കുന്ന ഈശോയുടെ ചിത്രമാണ് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പോൾ ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷമുള്ള ബൈബിൾ സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതായത് ഈശോയുടെ ശിഷ്യന്മാർ മഗ്ദല മറിയം എന്നറിയിച്ചതനുസരിച്ച് മറിയവും മറ്റേ മറിയവും അതിരാവിലെ കർത്താവിൻ്റെ ശവശരീരം വച്ചിരുന്ന കല്ലറയിലേക്ക് സുഗന്ധലേപനങ്ങളുമായി പോയി. അവരവിടെ ചെല്ലുമ്പോൾ ഈശോയെ കണ്ടില്ല എന്നുള്ള ആ വാർത്ത അറിയിക്കുവാൻ വേണ്ടി വളരെ തിടുക്കത്തിൽ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കടന്നു വരികയും അവരോട് ആ സംഭവങ്ങൾ അറിയിക്കുകയും ചെയ്തത് നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ചെന്ന ആ ശിഷ്യ സമൂഹത്തിന് കാണുവാൻ സാധിച്ചത് ഈശോയുടെ മുഖം മൂടിയിരുന്ന ആ തൂവാല ചുരുട്ടി വച്ചിരിക്കുന്നതായിട്ടാണ്. അതായത് സ്വാതന്ത്ര്യത്തോടുകൂടി മറ്റൊരു മനുഷ്യനെ സഹായം കൂടാതെ ഈശോ തന്നെ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഉദ്ധാനമെന്നുള്ള അനുഭവത്തിലേക്ക് ഈശോ കടന്നു വരികയായിരുന്നു. പുതിയൊരു അസ്തിത്വത്തിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പോൾ ഈ അനുഭവം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ച ശിഷ്യന്മാർക്ക് മാലാഖമാരിലൂടെയാണ് സന്ദേശം ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങളെന്തിന് ജീവിക്കുന്നവനെ മരിച്ചവരുടെയിൽ അന്വേഷിക്കുന്നു? പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഉദ്ധാനം ഒരു പ്രഹേളികയായിട്ട് അവശേഷിക്കുകയാണ്. അതിന് അടിസ്ഥാനപരമായ കാരണം ഉദ്ധിതനായ കർത്താവിനെ നമുക്ക് തിരിച്ചറിയുവാൻ പലപ്പോഴും പറ്റാതെ പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പോലെ ആ മാലാഖമാരുടെ സാന്നിധ്യം, അവൻ്റെ ശവശരീരത്തിൻ്റെ 2 വശത്തുമായിട്ട് നിന്നിരുന്ന മാലാഖമാരെ യഥാർത്ഥത്തിൽ നമ്മുടെ സഭയുടെ ആരാധനക്രമവുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ അത് ശുശ്രൂഷികളുടെ സ്ഥാനമായിട്ടാണ് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുക. അപ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണം തന്നെയാണ് ഉദ്ധാനാനുഭവത്തിൻ്റെ കേന്ദ്രമെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഉദ്ധാനത്തിൻ്റെ കേന്ദ്ര അനുഭവമായ വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷിക്കുന്ന 2 ശുശ്രൂഷകരായ മാലാഖമാരുടെ സ്ഥാനത്തുള്ള ഡീക്കന്മാരെയും നമ്മുടെ കുർബാനക്രമത്തിൽ വളരെ സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ പലപ്പോഴും ജീവിക്കുന്നവരെ മരിച്ചവരിടയിൽ അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത്. കാരണം അവൻ ഉദ്ധാനം ചെയ്ത് നമ്മിൽ നിന്ന് അല്പം അകലെ മറഞ്ഞു കഴിയുകയാണ്. ഉദ്ധിതനായ കർത്താവിനെ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ, മാനങ്ങളിൽ മാറ്റമുണ്ടാവണം. ഇന്നലെ വരെ ഞാൻ മൃതനായിരുന്നുവെങ്കിൽ, മൃതസമാനമായി ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ, പാപപങ്കിലമായ ഈ ലോക ജീവിതത്തോട്, ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ സരണികളിൽ ഞാൻ വ്യാപരിച്ച് അതിൽ നിന്നും ആനന്ദ നിർവൃതി അനുഭവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹത്തിൻ്റെ ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഉദ്ധിതനായ കർത്താവിനെ സാന്നിധ്യം നൽകുന്ന വലിയ ചിന്ത എന്ന് പറയുന്നത് പഴയ ചെയ്തികളെ, നമ്മുടെ പാപം നിറഞ്ഞ പങ്കിലമായ അവസ്ഥകളെ പരിപൂർണമായി ഉപേക്ഷിച്ച് ഉദ്ധിതനായ കർത്താവിൻ്റെ കൂടെ മഹത്വത്തിൻ്റെ സാക്ഷികളായിട്ട് മാറുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ ഇതുപോലെയുള്ള തിന്മകളുടെ സാന്നിധ്യമുള്ളപ്പോൾ പകച്ചു നിൽക്കുവാനോ പതറി നിൽക്കുവാനോ നമുക്ക് അവകാശമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉദ്ധിതൻ്റെ ഉദ്ധാനാനുഭവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് ഭയചകിതരാകാതെ പ്രത്യാശയോടുകൂടി ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ പരാജയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷം നമ്മളെ വേട്ടയാടിയിട്ടുണ്ടാകും. പക്ഷേ ഇനിയും
ഉത്ഥാനത്തിൻ്റെ നാളുകളാണ്. ഉദ്ധിതൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. എമ്മാവൂസിൽ പോയ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ ഈ 1-2 വർഷത്തെ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ കുർബാനയാകുന്ന ആ കേന്ദ്ര ബിന്ദുവിലേക്ക്, ഉദ്ധിതനെ അനുഭവിക്കുന്ന, ഉദ്ധിതനെ തൊട്ടറിയുന്ന, ഉദ്ധിതൻ്റെ കൂടെ നടക്കുന്ന വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് നമുക്ക് കൂടുതൽ കടന്നു വരുവാൻ വേണ്ടി ഈ നാളുകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ തിരുനാളിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു. ഇനിയുള്ള നാളുകൾ ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും, തിന്മകളുടെ ലോകത്തുനിന്ന് വിട പറയുന്ന, നന്മകളുടെ ലോകത്ത് വിഹരിക്കുന്ന പുതിയൊരു ജീവിതാന്തസ്സിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുന്ന, മഹത്വത്തിൻ്റെ മക്കളായി മാറുന്ന അവസ്ഥയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഉദ്ധിതൻ്റെ കൂടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഈ ശാന്തമായി ഒഴുകുന്ന പുഴ നമുക്ക് ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ഈശ്വരൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം നേരുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Mars River TV, a unique experience for the whole world.